ഇതാ ജോർജ് കുട്ടിയല്ലേ? കണ്ടിട്ടൊരു പാവത്താനാണ് തോന്നുന്നു. 4ാം ക്ലാസ്സിൽ ജയിച്ച എന്നെ 10ാം ക്ലാസ്സിൽ തോറ്റ നീ കളിയാതെ. എന്റെ ജോർജ് കുട്ടി, നാട് ഓടുമ്പോ നടുവേ ഓടണം. ഇന്ന് എന്തായിരുന്നു സീൻ? ഒരു വള്ളിക്കെട്ട് കേസ് വന്ന് കയറിട്ടുണ്ടാ. അപ്പൊ അതിന്റെ പുറകെ IG ഗീതാ പ്രഭാകരന്റെ മകൻ വരുൺ പ്രഭാകരന്റെ തിരോധാനത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ 2-ാം തീയതി ഔട്ട് ഓഫ് റേഞ്ച് ആയ മൊബൈലും 3-ാം തീയതി റേഞ്ചിൽ വന്ന മൊബൈലും രണ്ടും രണ്ടാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഈ ജോർജ് കുട്ടിയും മൈജിയുടെ മകനും തമ്മിൽ എന്താ ബന്ധം? എവിടെ എന്റെ മകൻ? എനിക്കറിയില്ല സാർ. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളെങ്കിലും മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളെ സംസാരിക്കും. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. ഒരു സാധാരണക്കാരനെ കൊണ്ട് ഇതെല്ലാം സാധിക്കുമോ മാഡം? ജോർജ് കുട്ടി, ഒരു ദിവസം നിന്നെ എന്റെ കൈക്കണയും കിട്ടും. അന്ന് ഞാൻ എടുത്തോളാം. അല്ലേലും ജോർജ് കുട്ടി ഒരു പാവ മനുഷ്യനാ സാർ. ഇവിടെ തെളിവുകളെല്ലാം അവർക്ക് അനുകൂലമാണ്. ഞാൻ കള്ളം പറഞ്ഞല്ല, ഞാൻ അന്ന് കണ്ടത് ജോർജ് കുട്ടിയെ തന്നെ. കോടതിക്ക് വേണ്ടത് തെളിവുകളല്ലേ? തെളിവുകൾ ഉണ്ടാക്കാൻ അവർ ആവുന്നത് നോക്കും. ഈ കഴിഞ്ഞ 2-ാം തീയതി ഒരൻ മോളിനെ വിട്ടു വന്നിരുന്നു. ഇല്ല, നിങ്ങൾ എപ്പോഴാണ് ധ്യാന സ്ഥലത്തെത്തിയത്? ഞങ്ങൾ ചെന്നപ്പോഴേക്കും ധ്യാനം തുടങ്ങിയായിരുന്നു. ഞാൻ എന്തിന് പോലീസിനെ പേടിക്കണം? ഈ നിമിഷം വരെ നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവിടെയാണ് ജോർജ് കുട്ടി എന്ന 4ാം ക്ലാസ്സുകാരനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ആളൊരു വലിയ സിനിമാ പ്രേമിയാണ്. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ കുടുംബം വലുതാണ്. എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എൻ്റെ കുടുംബം. അത് തകരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? അവിടെ എൻ്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ജോർജ് കുട്ടി നല്ലൊരു മനുഷ്യനാണ് മേഡം. ഒരു ദൃശ്യം മനസ്സിൽ പതിയുന്ന ആഴത്തിൽ മറ്റൊന്നും പതിയില്ല. ഒന്നും അവസാനിച്ചിട്ടില്ല. അവരിനിയും വരും.